സർവശക്തനോടുകൂടെ നമുക്ക് ചേർന്നിരിക്കുവാനും ആ കർത്താവിനോട് ചേർന്ന് നമുക്ക് സൂക്ഷ്മം മഹത്വപ്പെടുത്തുവാനും അവൻ നമുക്ക് തന്നിരിക്കുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം. ആമേൻ. യേശു കർത്താവ് ഈ ആരാധനയിൽ നമ്മെ സൗഖ്യമാക്കും. യേശു കർത്താവ് ഈ ആരാധനയിൽ നമ്മെ വിടുവിക്കും. സകല ദോഷവും ശാപവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവൻ മാറ്റുകയും ഇന്ന് നമ്മെ രക്ഷിക്കുകയും ചെയ്യുന്നു എന്ന വിശ്വാസത്തിൽ ദൈവസന്നിധിയിൽ നമ്മെ സമ്പൂർണമായി സമർപ്പിക്കപ്പെടുമ്പോൾ ആ ക്രൂശിലൂടെ ഒഴുകപ്പെടുന്നതായ ദിവ്യ ചൈതന്യം നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടും. ആ ക്രൂശിലൂടെ ഒഴുകപ്പെടുന്നതായ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടും. അപ്പോൾ എന്റെ ശരീരം സകല ദോഷത്തിൽ നിന്നും സകല ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അവൻ എന്നെ സൗഖ്യമാക്കും. നമുക്കിത് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എന്നെ സൗഖ്യമാക്കുന്നു. യേശു എന്നെ സൗഖ്യമാക്കുന്നു. ആമേൻ. ആ യേശുവിനോട് പറയാം, യേശുവേ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മേൽ അയക്കണം. ഹല്ലേലൂയ. വിശ്വസിക്കപ്പെടുന്നതായ മക്കളുടെ മേൽ അവന്റെ ആത്മാവിന്റെ ശക്തിയെ ചോദിക്കുന്നതിലും അധികമായി അവനിപ്പോൾ അയക്കുന്നു. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ നമ്മുടെ മേലിരിക്കുന്ന അശുദ്ധികൾ, ശാപങ്ങൾ, രോഗങ്ങൾ, സകല ബന്ധനങ്ങളും എന്റെ ശരീരം വിട്ടഴിയുന്നു. ആമേൻ. യേശുവിനോട് പറയാം, യേശുവേ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മേൽ അയക്കണം. ഹല്ലേലൂയ. ആ ക്രൂശിലേക്കൊന്ന് നോക്കുക. ആ ക്രൂശിലൂടെ ഒഴുകപ്പെടുന്ന രക്തം എന്റെ പാപമോചനത്തിന് വേണ്ടിയിട്ട്, ആ ക്രൂശിലൂടെ ഒഴുകപ്പെടുന്നതായ രക്തം എന്റെ രോഗസൗഖ്യത്തിന് വേണ്ടി, ആ ക്രൂശിലൂടെ ഒഴുകപ്പെടുന്നതായ രക്തം എന്റെ ജീവനും ബലവും ചൈതന്യവും ലഭിക്കുവാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ കരങ്ങളിൽ ഇപ്പോൾ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. യേശുവിന്റെ കരങ്ങളിൽ ഇപ്പോൾ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മെ യേശുവിന്റെ കരങ്ങളിൽ ഇപ്പോൾ സമർപ്പിക്കുക. യേശുവേ, ഞാൻ വളരെയധികം വേദനയോടുകൂടെയാണ് ഇതാ തിരുസന്നിധിയിലായിരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ, നീ എന്നെ സൗഖ്യമാക്കിയേ മതിയാകത്തുള്ളൂ. യേശുവേ, എന്റെ ആത്മാവിന്റെ ശക്തിയെ എന്റെ മേൽ നീ ഇപ്പോൾ അയക്കുകയും എന്റെ മേലിരിക്കുന്ന അകൃത്യം ഇന്ന് ഇപ്പോഴഴിയണം. ഹല്ലേലൂയ. യേശുവിനോട് പറഞ്ഞിട്ട്, യേശുവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്റെ മേൽ അയക്കണം. യേശുവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്റെ മേൽ അയക്കണം. യേശുവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്റെ മേൽ അയക്കണം. ഹല്ലേലൂയ. സ്വർഗസ്ഥനായിരിക്കുന്ന പിതാവ് മേഘാരൂഢനായി അവന്റെ ദൂതഗണ സൈന്യത്തോടുകൂടെ നമ്മൾ ക്ഷണിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ആരാധനയുടെ നടുവിൽ അവൻ കടന്നു വന്നിരിക്കുന്നു. ആമേൻ, ആമേൻ. ആ യേശുവിന്റെ ആത്മാവ് ഇപ്പോൾ നമ്മുടെ ആരാധനയുടെ നടുവിലുണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ നമുക്ക് ചുറ്റും വ്യാപരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇതാ നമുക്ക് ചുറ്റും വ്യാപരിച്ചു കൊണ്ടേയിരിക്കുന്നു. ആമേൻ. നമ്മെ ബലഹീനപ്പെടുത്തുന്നതായ സകല ബന്ധനവും യേശുവിന്റെ നാമത്തിൽ എന്റെ മേൽ നിന്ന് അഴിയും. രോഗമാകട്ടെ, വിളിശാപങ്ങളാകട്ടെ, മന്ത്രവാദ കെട്ടുകളാകട്ടെ, ഏതുവിധമാകുന്ന ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ എന്റെ മേൽ നിന്ന് അഴിയുവാൻ പോകുന്നു. ഹല്ലേലൂയ,
യേശുവേ നിന്റെ ആത്മാവിനെ എന്റെ മേൽ നീ ഇപ്പോഴയക്കണമേ. ഹല്ലേലൂയ. യേശുവേ നിന്റെ ആത്മാവിനെ എന്റെ മേൽ ഇപ്പോഴയക്കണമേ. കർത്താവിനോടുകൂടെ നമ്മുടെ ആവശ്യങ്ങളെ നമുക്കിപ്പോൾ പറയാം. യേശുവിനോടുകൂടെ നമ്മുടെ ആവശ്യങ്ങളെ നമുക്കിപ്പോൾ പറയാം. ആമേൻ. ഈ ഗാനത്തോടുകൂടെ ചേർന്ന ആമേൻ നമ്മുടെ ആവശ്യങ്ങളെ പറയപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ കടന്നു വരികയും നമ്മുടെ ബലഹീനതകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുകയും ചെയ്യുന്നു. വിശ്വസിച്ചാൽ ഈ ഗാനത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ കടന്നു വരും. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ നമ്മെ വിടുവിക്കും. ആ പരിശുദ്ധാത്മാവിന്റെ രക്ഷ ഇപ്പോൾ നമ്മുടെ മേൽ കടന്നു വരുന്നു. യേശുവേ നീ എന്നെ സൗഖ്യമാക്കേണ്ടത്. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. യേശുവേ പോലെ യോഗ്യനാ ആരുമില്ല. യേശുവേ ആരാധന ആരാധന. ഹൃദയം തകർന്നിടുമ്പോ യേശു സമീപത്തൻ. മനസ്സുണർന്നിടുമ്പോ യേശു ആശ്വാസകൻ. അസാധ്യമെന്നു കരുതിടുമ്പോ നടക്കില്ല. യേശു രക്ഷകനായി കൂടെ വന്ന് അതിനെ നടത്തി തരുന്നു. യേശു ഇന്നും ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. യേശുവേ പോലെ സ്നേഹിപ്പാൻ ആരുമില്ല. ഓ യേശുവേ പോലെ കരുണ ആരുമില്ല. യേശുവേ പോലെ യോഗ്യന ആരുമില്ല. യേശുവേ ആരാധന ആരാധന. യേശുവിനെ പോലെ സ്നേഹിക്കുവാൻ ആരുമില്ല. ആ യേശുവിനെ പോലെ എനിക്ക് രക്ഷ തരുവാൻ ആരുമില്ല. ആ യേശുവാണ് എന്റെ രക്ഷകൻ. ആ യേശു എന്നെ രക്ഷിക്കുന്നു. ആ യേശുവിനോട് പറഞ്ഞ യേശുവേ ആത്മാവിനെ അനുഭവിക്കണമേ. യേശു സ്നേഹിതൻ. പ്രിയരെല്ലാം അകന്നിടുമ്പോ യേശു പ്രാണപ്രിയൻ. മുറിവുകളിൽ സൗഖ്യനായകൻ. സ്നേഹം മാറുകില്ല. യേശു മാറുകില്ല. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരുമില്ല. യേശുവേ പോലെ കരുണ ആരുമില്ല. യേശുവേ പോലെ യോഗ്യന ആരുമില്ല. യേശുവേ ആരാധന ആരാധന. യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ രക്ഷയുണ്ട്. യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ സൗഖ്യമുണ്ട്. യേശുവിൻ നാമത്തിൽ യേശു
യേശുവിൻ നാമത്തിൽ വിടുതലുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിജയമുണ്ട്. യേശുവേ പോലെ വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇത് നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടുന്നു. Name of Jesus Christ. Hallelujah. Hallelujah. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നമ്മുടെ അടുക്കൽ ഇതാ കടന്നു വരുന്നു. ആമേൻ. യേശു അവന്റെ ദൂതഗണ സൈന്യവുമായി ഇതാ നമ്മുടെ നടുവിൽ വ്യാപരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. യേശു എന്റെ അടുക്കൽ ഇതാ കടന്നു വന്നിരിക്കുന്നു. നോക്കുക, യേശു നമ്മുടെ അടുക്കൽ ഇതാ നിൽക്കുന്നു. ഒന്ന് നോക്കുക, യേശു നമ്മുടെ അടുക്കലുണ്ട്. അവന് ചുറ്റും കോടാനുകോടി ദൂതഗണ സൈന്യം ഇവിടെ വ്യാപരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. യേശു എന്റെ അടുക്കൽ നിൽക്കുന്ന അവന്റെ മുഖത്തേക്ക് നോക്കുക. യേശുവിന്റെ മുഖത്തേക്ക് നോക്കുക. അവന് ചുറ്റും നിൽക്കുന്ന കോടാനുകോടി ദൂതഗണ സൈന്യം അവേ നമുക്ക് ചുറ്റും വ്യാപരിക്കപ്പെട്ടിട്ട് നമ്മുടെ ബലഹീനതകളെല്ലാം മാറുവാൻ വേണ്ടി യേശു എന്റെ തോളത്ത് കൈവച്ച് ചോദിക്കുന്നു, മകനെ മകളെ, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? ഹല്ലേലൂയ. യേശു ഇതാ ചോദിക്കുന്നു, നിങ്ങളുടെ ഹൃദയത്തിന് ഉള്ളിൽ നിന്ന് ആ കർത്താവ് സംസാരിക്കുന്നു, മകനെ മകളെ, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? ഹല്ലേലൂയ. യേശുവിനോട് പറയുക, യേശുവേ, നമ്മുടെ ആവശ്യങ്ങളെ ഇപ്പോൾ പറയുക. ആവശ്യങ്ങളെ നമ്മളിപ്പോൾ പറയുക. കർത്താവ് പറയുന്നു, നിന്റെ ആവശ്യങ്ങളെ നീ പറയാതിരുന്നാൽ എങ്ങനെ ഞാനത് നിനക്ക് അനുഗ്രഹിച്ച് നിനക്ക് തരും? യേശു നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നു. നമുക്ക് രോഗസൗഖ്യം ആവശ്യമുണ്ടോ? ഹല്ലേലൂയ. ഏത് രോഗമാകട്ടെ, ഏത് രോഗമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ അത് സൗഖ്യമാകുവാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ വിടുതൽ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം നമ്മുടെ ഓരോരുത്തരുടെ മേലും വ്യാപരിക്കപ്പെടുവാൻ പോകുന്നതിനായി സ്തോത്രം. യേശു അവന്റെ ദൂതഗണ സൈന്യവുമായി ഇപ്പോൾ നമ്മുടെ ചുറ്റും വ്യാപരിച്ചിട്ട് നമ്മുടെ ശരീരത്തിന്റെ മേൽ അവന്റെ കരം വെച്ച് ചോദിക്കുന്നു, മകനെ മകളെ, ഞാൻ നിനക്ക് എന്താണ് ഇപ്പോൾ ചെയ്തു തരേണ്ടത്? യേശുവിനോട് പറയുക, യേശുവേ, ഞാൻ രോഗിയാണ്, അപ്പൊ എന്റെ രോഗത്തിൽ ശമിപ്പിക്കണം. ഹല്ലേലൂയ. ചോദിക്കുന്നത് തരുവാൻ യേശു ഇപ്പോൾ നമ്മുടെ നടുവിലുണ്ട്. ആമേൻ. അവൻ വിദൂരത്തിലല്ല. യേശു ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥനാ സ്ഥലത്ത് നമ്മുടെ നടുവിൽ അവൻ നിൽക്കുന്നു. അവന്റെ ദൂതഗണ സൈന്യം നമുക്ക് ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ചുറ്റും നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ അവന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ നമുക്ക് ചുറ്റും വ്യാപരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അതിന്റെ അനർത്ഥങ്ങളെ മാറ്റുവാൻ, ശാപങ്ങളെ മാറ്റുവാൻ, രോഗങ്ങളെ മാറ്റുവാൻ യേശു അവന്റെ ദൂതഗണ സൈന്യത്തോടുകൂടെ നമ്മുടെ അടുക്കൽ നിൽക്കുന്നു. നമ്മുടെ ബിസിനസ്സുകൾ പരാജയത്തിലാണോ? യേശുവിനോട് പറയുക, ആമേൻ. എന്റെ ഭവനത്തിനകത്ത് സമാധാനമില്ലയോ? യേശുവിനോട് പറയുക. നമ്മൾ പണികളിൽ ഏർപ്പെട്ടിട്ട് കൂലികൾ ലഭിക്കാത്ത അവസ്ഥയിലാണോ? യേശുവിനോടുകൂടെ പറയുക, ആമേൻ. സകലത്തെയും സൃഷ്ടിച്ചവൻ, കാക്കുന്നവൻ, പരിപാലിക്കുന്നവൻ, നമ്മുടെ സർവശക്തനായിരിക്കുന്ന ക്രിസ്തു ഓ രാജാതി രാജാവായി മേഘരൂഢങ്ങളിൽ മേൽ അവൻ വസിക്കപ്പെടുമ്പോൾ അവന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് നമ്മുടെ സകല ബന്ധനങ്ങളെ അഴിച്ച, സകല രോഗങ്ങളെ മാറ്റി, ഓ മനസ്സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളെല്ലാം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. യേശുവിനോട് പറഞ്ഞാട്ടെ, യേശുവേ, നിന്റെ ആത്മാവിനെ അയക്കണം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ.
യേശു എന്നെ സൗഖ്യമാക്കും. യേശു എന്റെ രോഗത്തിൽ നിന്നൊരു വലിയ വിടുതൽ ഇന്ന് ഈ ആരാധനയിൽ ഇപ്പോൾ ലഭിക്കും. എന്റെ മേലിരിക്കുന്ന അശുദ്ധാത്മാവിന്റെ ശക്തികൾ ഇന്ന് അഴിയും. എന്റെ ഭവനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശാപം ഇന്ന് ഇപ്പോൾ അഴിയും. വിശ്വസിച്ചാട്ടെ, യേശു ഇപ്പോൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നു. അവന്റെ ദൂതഗണ സൈന്യം നമുക്ക് ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്നു. നമ്മെ ആമേൻ അഗ്നിയിൽ വിശുദ്ധി ചെയ്ത ശുദ്ധിയുള്ള പൊന്നിനെ പോലെ ആക്കി തീർക്കുവാൻ യേശു അവന്റെ ദൂതഗണ സൈന്യത്തോട് ഇവിടെ വ്യാപരിക്കുന്നു. നമ്മുടെ മേൽ അവന്റെ ആത്മാവിന്റെ ശക്തി ഇപ്പോൾ ഇറങ്ങും. അപ്പോൾ എന്റെ മേലിരിക്കുന്ന ബലഹീന ശക്തികൾ മാറ്റപ്പെടും. രോഗാത്മാക്കൾ, പൈശാചിക ശക്തികൾ നശ്വരനാകുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ പുറത്തു വരട്ടെ. ഹല്ലേലൂയ. രോഗസൗഖ്യം നമുക്ക് വേണം. വിടുതൽ എന്റെ ജീവിതത്തിൽ അനുഗ്രഹം വേണം. ഓ ആമേൻ. ഈ ഗാനത്തോടുകൂടെ ചേർന്ന് നമ്മുടെ കരങ്ങളെ അടിച്ചു പാടുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ആവശ്യങ്ങളെ അറിയുന്ന കർത്താവ് എന്നത് നടത്തി തരുവാൻ പോകുന്നു. ആരാധനയിൽ ബലപ്പെടുക, ആരാധനയിൽ ബലപ്പെടുക. ആമേൻ. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ചു പാടുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടുന്നു. സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരങ്ങൾ എന്നെ കടന്നു പോയി. സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരങ്ങൾ എന്നെ കടന്നു പോയി. കുഞ്ഞാടിന്റെ വിലയേറിയ ദിനത്തിൽ, കുഞ്ഞാടിന്റെ വിലയേറിയ ദിനത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരവും എന്നെ കടന്നു പോയി. സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരവും എന്നെ കടന്നു പോയി. അടിമയല്ല, അടിമയല്ല, സകലവും തീർന്നു പോയി.
സകലവും തീർന്നുപോയി സംഹാരദൂതൻ എന്നെ കടന്നുപോയി എന്റെ ബലവും എന്റെ സങ്കേതവും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പൈശാചിക ശക്തികളെ തുറച്ചുവാ. ഇപ്പോൾ തന്നെ നമ്മുടെ മേൽ നിന്ന് ഒഴിയപ്പെടട്ടെ. ഹല്ലേലൂയ. നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇതായി ഇറങ്ങുന്നു. നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇതായി ഇറങ്ങുന്നു. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ നമ്മുടെ മേലിരിക്കുന്ന അശുദ്ധാത്മാവിന്റെ ശക്തികൾ പുറത്തിറങ്ങുന്നു. ഹല്ലേലൂയ. നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇതായി ഇറങ്ങപ്പെടുന്നു. യേശുവേ, നിന്റെ നാമത്തിൽ ഈ മക്കളുടെ മേൽ നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ ഇറങ്ങട്ടെ, ഇപ്പോൾ ഇറങ്ങട്ടെ. അപ്പോൾ നമ്മുടെ മേലിരിക്കുന്ന അശുദ്ധാത്മാവിന്റെ ശക്തികൾ ഇത് പുറത്തു വരുന്നു. യേശുവിന്റെ നാമത്തിൽ ബന്ധന ശക്തികളെ പുറത്തു വാ. ആമേൻ, ആമേൻ. ആ ബലഹീന ശക്തികൾ നമ്മുടെ ശരീരം വിട്ട് അഴിഞ്ഞു മാറുമ്പോൾ രോഗത്തിന്റെ ആത്മാക്കൾ എന്റെ ശരീരം വിട്ട് പുറത്താകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മേൽ ഇരിക്കുന്ന സകല രോഗാത്മാക്കളും ഇപ്പോൾ പുറത്തു വരട്ടെ. നമ്മുടെ മേലിരിക്കുന്ന സകല രോഗാത്മാക്കളും യേശുവിന്റെ നാമത്തിൽ പുറത്താകട്ടെ. യേശുവിനോട് പറഞ്ഞാട്ടെ, യേശുവേ, നിന്റെ ആത്മാവിന്റെ ശക്തിയെ എന്റെ മേൽ അയക്കണം. യേശുവേ, നിന്റെ ആത്മാവിന്റെ ശക്തിയെ എന്റെ മേൽ അയക്കണം. യേശുവേ, നിന്റെ ആത്മാവിന്റെ ശക്തിയെ എന്റെ മേൽ അയക്കണം. ഓ പരിശുദ്ധാത്മാവേ, എന്നെ ശക്തീകരിക്കണം. ഓ പരിശുദ്ധാത്മാവേ, എന്നെ ശക്തീകരിക്കണം. ഓ പരിശുദ്ധാത്മാവേ, എന്നെ ശക്തീകരിക്കണം. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ നമ്മുടെ മേൽ ഇറങ്ങുന്നു. നമ്മുടെ രോഗാവസ്ഥകളെ ഇപ്പോൾ യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക. ഏത് രോഗമല്ല, ഏത് രോഗത്തെയും സൗഖ്യമാക്കുന്ന ഒരു നേച്ചർ പവർ, ഓ ജീസസ് നെയിം, ഓ യേശുവിന്റെ നാമം ഇപ്പോൾ ഇവിടെ വ്യാപരിക്കുന്നു. ആ ശക്തി നമ്മുടെ മേലിരിക്കുന്ന ഏത് രോഗബന്ധനത്തെയും അഴിക്കുവാൻ പോകുന്നു. നിന്റെ രോഗാവസ്ഥയെ ഇപ്പോൾ യേശുവിന്റെ കരത്തിൽ സമർപ്പിക്കുക. നീ ഏത് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ രോഗിക്ക് യേശു ഇപ്പോൾ സൗഖ്യമാക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിച്ചിട്ടോ. യേശുവേ, ആമേൻ. രോഗാവസ്ഥയിലായിരിക്കുന്ന ഈ മക്കളുടെ മേൽ നിന്റെ ആത്മാവിന്റെ ശക്തി ഇപ്പോൾ നീ അയച്ച എല്ലാ ബന്ധനത്തെ മാറ്റി നീ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. നമ്മുടെ ഭവനങ്ങളെ നശിപ്പിക്കുന്ന ബന്ധനം ഒഴിയട്ടെ. നമ്മുടെ ഭവനത്തിനകത്ത് സമാധാന കേടുണ്ടാക്കുന്ന ശാപം പുറത്തു വരുവാൻ കർത്താവിനോട് പറഞ്ഞാട്ടെ, യേശുവേ, എന്റെ ഭവനത്തിനകത്ത് അസ്വസ്ഥതകളുണ്ട്, സമാധാനമില്ല പിതാവേ. എന്റെ കുടുംബത്തിനകത്ത്, ഭവനത്തിനകത്ത് സമാധാന കേടുകൾ ഉണ്ടാക്കുന്ന ശാപം എന്റെ കുടുംബം വിട്ട് അഴിയണം. ഹല്ലേലൂയ. യേശുവിനോട് ചോദിക്കുന്നുവെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് തളം കെട്ടി നിൽക്കുന്നതായ രോഗാത്മാവ, പൈശാചിക ശക്തികൾ, സമാധാന കേടുകൾ ഉണ്ടാക്കുന്ന ശാപം ഇപ്പോഴിതാ പുറത്തു വരുന്നു. യേശുവിന്റെ നാമത്തിൽ പുറത്തു വരുന്നു. ഏത് രോഗത്തെയും ശമിപ്പിക്കുന്ന, ഏത് ബന്ധനങ്ങളെയും അഴിക്കുന്ന യേശുവിന്റെ നാമം ഇപ്പോൾ നിങ്ങളുടെ മേലിതാ ഇറങ്ങട്ടെ. ഹല്ലേലൂയ. അശുദ്ധാത്മാവിന്റെ ശക്തികൾ പുറത്തു പോകുവാൻ വേണ്ടി കർത്താവിന്റെ മുൻപിൽ, ഹല്ലേലൂയ, എന്റെ ഭവനത്തിൽ നിൽക്കുന്ന അശുദ്ധാത്മാവിന്റെ ശക്തി പുറത്തു പോകണം. ഹല്ലേലൂയ. എന്റെ മേലിരിക്കുന്ന രോഗമെന്ന അശുദ്ധാത്മാവിന്റെ ശക്തി പുറത്തു പോകണം. ഹല്ലേലൂയ. എന്റെ ജോലികളെ തടസ്സപ്പെടുത്തുന്ന ബന്ധനത്തിന്റെ ശക്തി അഴിഞ്ഞു മാറണം. എന്റെ മക്കളെ നശിപ്പിക്കുന്ന ശാപത്തിന്റെ ശക്തി അഴിയണം. ഹല്ലേലൂയ. കുടുംബത്തിൽ സമാധാന കേടുകൾ ഉണ്ടാക്കുന്ന ബന്ധനങ്ങൾ അഴിയണം. ഇപ്പോൾ നിങ്ങൾ കരങ്ങളെ അടിച്ച് ക്രിസ്തുവിനെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ ഈ ബന്ധനങ്ങൾ അഴിയുവാൻ പോകുന്നു. ഹല്ലേലൂയ. ഈ ബന്ധനങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അഴിയുന്നു. ഹല്ലേലൂയ. ജീവിതത്തിൽ നിന്ന് അഴിയുന്നു. ഹല്ലേലൂയ. The Holy Spirit, the name of Jesus Christ. ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ നീക്കി വരട്ടെ. ഹല്ലേലൂയ. ബന്ധന ശക്തികളെ യേശുവിന്റെ നാമത്തിൽ നീ മുൻപിൽ വാ.
മക്കളുടെ പുറത്തു പോകട്ടോ. ഹല്ലേലൂയ. വലിയൊരു വിടുതലിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ഭവനത്തെ ഇനി ഒരു ശാപവും തുടരുത്. നമ്മുടെ ഭവനത്തിൽ ഒരു ശാപവും ഇനി തുടരുത്. നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരു രോഗവും നിൽക്കരുത്. ഹല്ലേലൂയ. ബന്ധിച്ചു നിർത്തിയിരിക്കുന്ന ദോഷത്തിന്റെ ശക്തികൾ നമ്മുടെ ജീവിതം വിട്ട് അഴിഞ്ഞു മാറട്ടപ്പ. ഹല്ലേലൂയ. എല്ലാ ദോഷങ്ങളും മാറുവാൻ ഇന്നു മുതൽ എന്റെ കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഇന്നു മുതൽ Yeah.
കുടുംബത്തെ ബലഹീനപ്പെടുത്തിക്കൊണ്ടിരുന്ന ശാപങ്ങൾ മാറുന്നു. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ശരീരത്തെ ബലഹീനപ്പെടുത്തിക്കൊണ്ടിരുന്ന രോഗം ഇനി എന്റെ മേലില്ല. നമ്മുടെ ജീവിത ഉപജീവന മാർഗങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരുന്ന ശാപം ഇനി നമ്മെ തൊടുക്കത്തില്ല. ഹല്ലേലൂയ. യേശു നമ്മുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തി അനുഗ്രഹിച്ചിരിക്കുന്നു. യേശു നമ്മുടെ സകല രോഗങ്ങളെ മാറ്റി സൗഖ്യമാക്കിയിരിക്കുന്നു. യേശു ഉപജീവന മാർഗങ്ങളെ അനുഗ്രഹിച്ച് നമുക്കൊരു പുതിയ വഴി തുറന്നു തന്നിരിക്കുന്നു. പരിശുദ്ധ നല്ല യേശുവേ, ഹൃദയ നുറുക്കത്തോടുകൂടെ നിലവിളിച്ച ഈ മക്കളുടെ മേൽ നിന്റെ ആത്മാവിനെ നീ അയച്ച വിടുതലും ശക്തിയും രക്ഷയും നീ ഇപ്പോൾ നൽകിയതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ സകല ബന്ധനങ്ങളും അഴിഞ്ഞിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സകല ദോഷങ്ങളും മാറിയിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ അവൻ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലർക്കും ഇരിക്കാം. അല്പസമയം നമ്മുടെ ചിന്തകളെ വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലേക്ക് നമ്മുടെ ചിന്തകളെ നമുക്ക് കൊണ്ടുചെല്ലാം. ആമേൻ. യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കുന്നു. ആമേൻ. യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. വിശുദ്ധനായ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യത്തിൽ ആമേൻ അവൻ ഭംഗിയായി പറയപ്പെടുന്നത്, നിങ്ങൾ യാചിക്കുക, എന്നാൽ നിങ്ങൾക്കത് കിട്ടുവാൻ പോകുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നമ്മൾ മുൻപോട്ട് വന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഒന്നും നേടിയെടുക്കുവാൻ കഴിഞ്ഞില്ല എന്ന ഭാരത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് എങ്കിൽ, നമ്മൾ ഇതുവരെ അന്വേഷിച്ച് നടന്നത് എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ ഇതുവരെ തേടി നടന്നത് എന്റെ മുൻപിൽ വന്നിട്ടില്ല, ഞാൻ ഇത്രയധികം വിദ്യാഭ്യാസത്തിലും ജോലിയിലുമായിരുന്നിട്ടും എന്റെ ജീവിതം മുൻപോട്ട് പോകുന്നില്ല, ഞാൻ വളരെയധികം ഭാരത്തോടോ രോഗത്തോടോ വേദനയോടോ കണ്ണുനീരോടോ ഞാൻ വളരെയധികം നിന്ദിതനായി അപമാനിതനായി ഭാരത്തോടുകൂടെ കഴിയുമ്പോൾ യേശു കർത്താവ് ആമേൻ അവന്റെ ദൂതഗണ സൈന്യത്തോടുകൂടെ ഇന്ന് ഇപ്പോൾ നമ്മുടെ നടുവിൽ നിൽക്കുമ്പോൾ ആമേൻ അവൻ പറയപ്പെടുന്നത്, നീ യാചിക്കുക, ആമേൻ അത് നിനക്ക് തരുവാൻ പോകുന്നു. ഹല്ലേലൂയ. നമുക്കിപ്പോൾ എന്താണ് വേണ്ടത്? യാചിക്കുക എന്ന് പറയുമ്പോൾ സകലതും നഷ്ടപ്പെട്ടതായ ഒരു വ്യക്തി മനസ്സുരുകി ആമേൻ ആമേൻ ഒരുവന്റെ മുൻപിൽ കൈനീട്ടപ്പെടുന്ന അവസ്ഥയാണ് യാചനയുടെ ഭാവം. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും റോഡിലൂടെ നമ്മൾ നടക്കപ്പെടുമ്പോൾ നമ്മുടെ മുൻപിൽ യാചന ഭാവത്തിൽ കടന്നു വരുന്നതായ അനേക വ്യക്തികളുണ്ട്. പക്ഷെ ആ വ്യക്തികൾ ഓരോ നിമിഷവും നമ്മുടെ മുൻപിൽ കൈ നീട്ടുന്നത് എന്ത്? ആകാംക്ഷയോടുകൂടെ നമ്മുടെ മുഖത്തൊന്ന് നോക്കും. നോക്കിയതിനു ശേഷമാണ് അവൻ കൈ നീട്ടുന്നത്. നമ്മൾ നൽകപ്പെടുന്നത് അവന്റെ മനസ്സിന് എത്രയധികം സന്തോഷമുണ്ടാക്കുന്നു എന്ന് അത് സ്വീകരിക്കുന്നവന് മാത്രമേ അത് അനുഭവിച്ചറിയുവാനായിട്ട് കഴിയുകയുള്ളൂ. ഒരു യാചകൻ സകലതും നഷ്ടപ്പെട്ടിട്ട് അവൻ ഒരുവന്റെ മുൻപിൽ കൈ നീട്ടുമ്പോൾ ആമേൻ എനിക്ക് ഇവന്റെ പക്കൽ നിന്ന് ലഭിക്കും എന്ന ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ ഒരുവൻ നമ്മുടെ മുൻപിൽ വന്ന് കൈ നീട്ടുന്നത്. അതേ അവസ്ഥയിൽ നിന്ന് നമ്മൾ ഓരോരുത്തരുമായിരിക്കുകയാണ്. ആമേൻ. സമ്പത്തില്ലാതെ യാചിക്കുന്ന അനുഭവത്തിൽ നമ്മുടെ ജീവിത അവസ്ഥയിൽ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നതായ കണ്ണുനീരിന്റെ മുൻപിൽ യേശുവിന്റെ മുൻപിൽ ഇപ്പോൾ യാചിക്കുക. ഹല്ലേലൂയ. യേശുവിന്റെ മുൻപിൽ നമ്മൾ ഇപ്പോൾ യാചിക്കുകയാണ്. എന്താണ് നമുക്ക് വേണ്ടത്? ഒരു യാചകൻ നമ്മുടെ മുൻപിൽ കൈ നീട്ടുമ്പോൾ അവൻ അറിയാം ഈ പുള്ളിക്കാരന്റെ കയ്യിൽ നിന്നും ചില നാണയ തുട്ടുകൾ കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടെയാണ് കൈ നീട്ടുന്നത്. അവൻ അത് ലഭിക്കുകയും ചെയ്യും. ആമേൻ. അതേ അനുഭവത്തിൽ നിന്ന് കർത്താവിന്റെ മുൻപിൽ സർവശക്തനായിരിക്കുന്ന യേശുവിന്റെ മുൻപിൽ നമ്മൾ ഇപ്പോഴായിരിക്കുന്നു. യേശു എന്റെ അടുക്കലുണ്ട്,
യേശു ഇപ്പോൾ എന്റെ അടുക്കൽ നിൽക്കുന്നു, അവൻ എന്നോട് ചോദിക്കുന്നു. ആമേൻ. അവൻ തരുവാൻ ശക്തനായിട്ടാണ് എന്റെ മുൻപിൽ ഇരിക്കുന്നത്. ഞാൻ അവിടെ യാചിച്ചില്ല എങ്കിൽ അതെനിക്ക് ലഭിക്കത്തില്ല. യാചിക്കുവിൻ, എങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടുവാൻ പോകുന്നു. എന്താണ് വേണ്ടത്? ഹല്ലേലൂയ. എന്താണ് വേണ്ടത്? ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നു. തിരുവചന സത്യത്തിലൂടെ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യത്തിലൂടെ കർത്താവ് നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്കിപ്പോൾ എന്താണ് വേണ്ടത്? എന്താണ് വേണ്ടത്? ചോദിക്കുക. യേശുവിനോട് ചോദിക്കുക, എന്താണ് വേണ്ടത്? ആമേൻ. നമ്മൾ വെറുതെ ഇരുന്ന് തിരുവചനം കേട്ടിട്ട് എണീച്ചു പോകുന്നവരായിട്ടല്ല. തിരുവചനത്തിന്റെ സത്യത്തിന്റെ മറവിലൂടെ അവൻ നമ്മെ ഇന്ന് അനുഗ്രഹിച്ചാണ് ഇവിടെ നിന്ന് വിടുവാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഇവിടെ വിട്ടിറങ്ങുമ്പോൾ ഒരു നിറവ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കപ്പെടുന്നു. ഭിക്ഷ ആമേൻ കൈ നീട്ടുന്നവന്റെ മുൻപിൽ നമ്മൾ കൊടുക്കുന്ന നാണയത്തുട്ടിന്റെ വലിപ്പത്തിൽ അവൻ ഉണ്ടാകുന്നതായ സന്തോഷമാണ്. ആമേൻ. ആ സന്തോഷം കൊടുക്കുന്നവനും വാങ്ങുന്നവനും അനുഭവിക്കുന്നത് പോലെ ഇന്ന് നിങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത് തരുവാൻ യേശു ശക്തനായിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ ജീവിച്ചിരിക്കുന്ന ദൈവം. ഭൂമിയിൽ 33.5 വർഷക്കാലം മനുഷ്യരുടെ ഇടയിൽ അവനായിരുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും സകലരുടെ മേലും അവൻ നടത്തിയേച്ചിട്ട മരിച്ചടക്കപ്പെട്ട 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ഇന്നും സ്വർഗത്തിൽ ആമേൻ അവനായിരിക്കുമ്പോൾ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് അവന്റെ മക്കളെ അവനൊന്ന് നോക്കുന്നു. ആരാണ് വേദനയോടുകൂടെ ഇന്ന് ദൈവസന്നിധിയിൽ നിലവിളിച്ച് ആമേൻ കരയപ്പെടുന്നതായ വ്യക്തികളുടെ ആ ഹൃദയ വേദനയെ മനസ്സിലാക്കി തരുവാൻ ശക്തനായിരിക്കുന്നവൻ ഇന്ന് നമ്മുടെ നടുവിലുണ്ടോ? ആ യേശു ചോദിക്കുന്നു, നിനക്ക് എന്താണ് വേണ്ടത്? വേണ്ടതിപ്പോൾ ചോദിക്കുക. വേണ്ടതിപ്പോൾ ചോദിക്കുക. യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യം നമുക്കിപ്പോൾ വേണമോ? യേശുവിനോട് ചോദിക്കുക. നമ്മുടെ കുടുംബത്തിനകത്ത് നമുക്ക് അനുഗ്രഹം വേണമോ? യേശുവിനോട് ചോദിക്കുക. നമ്മുടെ കുടുംബത്തിനകത്ത് നിൽക്കുന്ന അസ്വസ്ഥതകൾ മാറണമോ? യേശുവിനോട് കൂടെ പറയുക. നമ്മളെ ബലഹീനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശാപത്തിന്റെ ശക്തികൾ, പൈശാചിക ശക്തികൾ മാറണമോ? യേശുവിനോട് കൂടെ ചോദിക്കുക. മന്ത്രവാദ കെട്ടുകൾ, ആമേൻ, വിളിശാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറണമോ? യേശുവിനോട് കൂടെ പറയുക. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഉയർച്ച, ജോലി നമുക്ക് ആവശ്യമുണ്ടോ? യേശുവിനോട് കൂടെ പറയുക. നിരാശപ്പെട്ട് ഇവിടെ ഇരിക്കുവാനായിട്ടല്ല. യേശു പറയുന്നു, ഞാൻ നിന്നെ സകലത്തിലും ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സകലത്തിലും ഞാൻ നിന്നെ അനുഗ്രഹിക്കും. കാരണം ഞാൻ നിന്റെ ദൈവമല്ലോ, നീ എന്റെ മകനല്ലോ. ഹല്ലേലൂയ. മകൻ ആമേൻ അപ്പനോട് ചോദിക്കുന്നത് തരുവാൻ യേശു ശക്തനായി ഇന്ന് ഇപ്പോൾ നമ്മുടെ നടുവിലുണ്ട്. ഹൃദയം നുറുങ്ങുന്നവനും നിലവിളിക്കുന്നവനും യാചിക്കുന്നവനും യേശു ഇന്ന് ഉത്തരം തരും. വിശ്വസിച്ചാൽ നീ യേശുവിന്റെ നന്മയെ കാണുവാൻ പോകുന്നു. യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ യാചിച്ചിട്ടിരിക്കുന്നു. നമ്മൾ ചെയ്യുന്നതായ ജോലിയിൽ ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ ചെയ്യുക. ഞാൻ ചെയ്യുന്ന ഈ ജോലി അനുഗ്രഹിക്കപ്പെടുമോ, ശാപമാകുമോ, കടമാകുമോ, നനമാകുമോ, നഷ്ടമാകുമോ എന്ന ചിന്തയിൽ മനസ്സുരുകി പോകണ്ട. ഞാൻ ചെയ്യുന്ന ഇത് അനുഗ്രഹിക്കപ്പെടും. യേശുവിന്റെ നാമത്തിൽ ഇത് അനുഗ്രഹിക്കപ്പെടും. യേശു എന്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഒന്നിനും പരാജയപ്പെടുകയില്ല. കാരണം സർവ്വത്തിന്റെ മേലും അധികാരമുള്ളവൻ ആരാ? നമ്മുടെ യേശു കർത്താവ്. യേശു കർത്താവ് പറയുന്നു, അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കണ്ടെത്തും, മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു. ഇന്ന് യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു. എന്താണ് യാചിക്കുന്നത്? ഹല്ലേലൂയ. ഇത് ഞാൻ പറഞ്ഞതല്ല. വിശുദ്ധനായ മത്തായി ആമേൻ 7-ാം അധ്യായം ഹല്ലേലൂയ 8-ാം വാക്യത്തിനകത്ത് പറയപ്പെടുന്നു. 7-8 വാക്യത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ആമേൻ അവൻ ദൈവശാസനീയത്താൽ എഴുതപ്പെട്ടതോ. ദൈവശാസനീയത്താൽ ആരാല്? യേശുവിനാൽ എഴുതപ്പെട്ട വാക്യം ഇത് വൃഥാവായി ഈ രാത്രിയിൽ മാറുന്നില്ല. ആ ദൈവശാസനീയത്താൽ എഴുതപ്പെട്ട ഈ തിരുവചനം ഈ രാത്രിയിൽ
ആമേൻ, എന്നിലൂടെ അവന്റെ ആത്മാവിനാൽ നിങ്ങളോടുകൂടെ സംസാരിക്കുമ്പോൾ യാചിക്കുന്നവനെന്ന് തരും. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് യാചിക്കുന്നു അത് നിങ്ങൾക്ക് കിട്ടുവാൻ പോകുന്നു. എന്ത് വേണമെങ്കിലും യാചിച്ചോളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനോട് യാചിക്കുന്നത് അതാണ് ആ ഭാഗത്തിൽ പറയുന്നത്. ആമേൻ. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു. ആമേൻ. മുട്ടുന്നവന് തുറക്കപ്പെടുകയും ചെയ്യുന്നു. ആമേൻ. ഇന്നു മുതൽ നമ്മൾ ഇനി ആരും പറയരുത്, എന്റെ രോഗത്തിൽ നിന്ന് എനിക്കൊരു സൗഖ്യമില്ല. യാചിച്ചു ചോദിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ ഇവിടെ വച്ച് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം. ഏതു രോഗമാകട്ടെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ നശ്വരനാകുന്ന യേശുവിന്റെ നാമത്തിൽ സകല രോഗാത്മാക്കളും ഇപ്പോൾ മാറിപ്പോകട്ടെ. നീ വിശ്വസിച്ചാൽ ഇപ്പോൾ യേശുവിന്റെ സൗഖ്യം നീ സ്വീകരിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ, ആമേൻ. ഒരു ജോലിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഭാരപ്പെടുന്നവരാണ്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ തക്കതായ കൂലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്നവരാണ്. എന്റെ ജീവിതം ഞാൻ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ ഭാരത്തോടുകൂടെ ആയിരിക്കുന്നവൻ, നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടേ ഇരിപ്പീൻ. അവൻ നിനക്ക് തക്കതായ ജോലി, ഉപജീവന വഴി അവൻ തുറന്നു തരുന്നു. കാരണം യേശു ജീവനുള്ള ദൈവം. അവന്റെ മക്കളായിരിക്കുന്ന നമ്മൾ വേദനപ്പെടുന്നതും കരയുന്നതും യേശുവിന്റെ നാമത്തിൽ അവന് ഇഷ്ടമല്ല. യേശുവിന്റെ മക്കൾ കണ്ണുനീർ ഒഴുക്കണ്ട. യേശുവിന്റെ മക്കൾ നെടുവീർപ്പിടണ്ട. യേശുവിന്റെ മക്കൾ ഇനി ആമേൻ തോറ്റുപോയി എന്ന് നിരാശപ്പെടണ്ട. യേശു എന്റെ രക്ഷകനാകയാൽ അവൻ എന്നെ ഇതാ വിടുവിച്ചിരിക്കുന്നു. ഞാൻ അന്വേഷിക്കുന്നത് തന്നെ എനിക്ക് ലഭിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമ്മൾ ജോലി അന്വേഷിച്ച് നടക്കുന്നു എങ്കിൽ, നമ്മൾ ഇപ്പോഴിരിക്കുന്ന ജോലി അനുഗ്രഹിക്കപ്പെട്ടില്ല എന്ന് ഭാരപ്പെടുന്നുവെങ്കിൽ, യേശു കർത്താവ് നല്ലൊരു ജോലി നമുക്ക് തരുന്നു. ഹല്ലേലൂയ. ചില വർഷങ്ങൾക്ക് മുൻപ് എന്റെ അടുക്കൽ വന്നതായ ഒരു വ്യക്തിയുണ്ട്. ആമേൻ. അവളിപ്പോൾ എവിടെയെങ്കിലും ഇന്ന് കേൾക്കുന്നതായിരിക്കാം. ആമേൻ. നമ്മുടെ ലൈവ് പ്രോഗ്രാമാണ്, എവിടെയെങ്കിലും ഇന്ന് കേൾക്കുന്നതായിരിക്കാം. ഹല്ലേലൂയ. എന്റെ അടുക്കിലേക്ക് വരുമ്പോൾ വളരെയധികം നിരാശയോടുകൂടെ പള്ളിയുടെ പുറകിൽ വന്നിരിക്കുന്നവളാണ്. ആമേൻ. പുറകിൽ വന്നിരിക്കും. അപ്പോൾ ഞാൻ ഒരു ദിവസം വിളിച്ചിട്ട് ഞാനിങ്ങനെ ചോദിക്കുന്നു, ആമേൻ, ഏത് പള്ളിയാണ്, അത് ഇന്ന സ്ഥലമാണ്, എല്ലാ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നത്, ആമേൻ, ഞാൻ നോക്കുമ്പോൾ എല്ലാത്തിലും കഴിവുള്ള ഒരു പെൺകുട്ടിയാണ്. ആമേൻ. ഞാൻ ദൈവാലയത്തിൽ എല്ലാ കാര്യത്തിലും മുൻപോട്ട് കൊണ്ടുവരുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അവൾ മുൻപോട്ട് വന്നു, സകലതും സമൃദ്ധിയോടുകൂടെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആമേൻ. അവളുടെ മനസ്സിനകത്തൊരു നിരാശ. ആമേൻ. എനിക്ക് നല്ലൊരു കുടുംബ ജീവിതം കിട്ടിയിട്ടില്ല. ആമേൻ. എനിക്കൊരു കുഞ്ഞില്ല, എനിക്കൊരു ജോലിയില്ല. കണ്ണീരോടുകൂടെ ആയിരിക്കുമ്പോൾ ആമേൻ, ഞാൻ അവളോട് കൂടെ ഇങ്ങനെ പറയുകയാണ്, യേശു നിനക്കൊരു ജോലിയെ തരും. ആമേൻ. യേശു നിനക്കൊരു കുഞ്ഞിനെ തരും യേശുവിന്റെ നാമത്തിൽ. പക്ഷേ നിനക്കൊരു ജോലി കിട്ടിയിട്ട് നിനക്കൊരു കുഞ്ഞ് ദൈവം തരത്തുള്ളൂ. ഹല്ലേലൂയ. പറഞ്ഞു 2 വർഷങ്ങൾ കഴിയുമ്പോഴും അവൾ നിരാശയോടുകൂടെ എന്റെ അടുക്കൽ വരികയാണ്. ഞാൻ പറഞ്ഞു, യേശു നിന്നെ അനുഗ്രഹിക്കുവാൻ പോകുന്നു. വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ സകലരും ഒതുക്കി നിർത്തപ്പെട്ടതായ ആമേൻ ആ പെൺകുട്ടി ഒരു പോലീസ് ടെസ്റ്റ് എഴുതി. ഹല്ലേലൂയ. ആ ടെസ്റ്റിൽ അവൾ പാസ്സായി. ആമേൻ. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോൾ ദൈവം അവൾക്ക് ദാനമായി ഒരു കുഞ്ഞിനെയും നൽകി. ആമേൻ. ഇന്നവൾ സന്തോഷത്തോടുകൂടെ ആയിരിക്കുന്നു. ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, കർത്താവിന്റെ മുൻപിൽ യാചിച്ചവന്, പ്രാർത്ഥിച്ചവന്, നിലവിളിച്ചവന് ഒന്നും അസാധ്യമല്ല. യേശു തരുന്നു. യേശു തരുന്നു. ഹല്ലേലൂയ. യേശു അവന്റെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ആ പെൺകുട്ടി എക്സൈസിലെ ഒരു ഉദ്യോഗസ്ഥയാണ്. ഒരു കുഞ്ഞുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. ആമേൻ. കുടുംബത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ കഴിയുന്നു. യേശു പറയുന്നു, അസാധ്യമെന്ന് തോന്നുന്നതിനെ സാധ്യമാക്കി തരുവാൻ എനിക്ക് കഴിയും. കാരണം ഞാൻ നിന്റെ ദൈവം. ഞാൻ ഇന്നും ജീവനോടുകൂടെ ആയിരിക്കുന്നത് നിന്നെ വിടുവിക്കുവാൻ. നീ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക. നീ മടുത്തു പോകരുത്. നിന്നെ മടുപ്പിക്കുന്ന ഒരു ശക്തി കൊണ്ട്, അത് പിശാച. അവൻ നിന്റെ മനസ്സിനെ മടുപ്പിച്ചിട്ട് പറയും, നീ ഇത്രയും വിദ്യാഭ്യാസമില്ലേ, നീ പോയി ആത്മഹത്യ ചെയ്ത്, നിനക്ക് ജോലിയില്ലേ,
ഉയർച്ചയില്ല. നീ ഇത്രയും അധികം കഷ്ടപ്പെട്ട് നീ ജോലി ചെയ്തില്ലേ, നിനക്ക് ഉയർച്ചയില്ല, നീ പോയി ആത്മഹത്യ ചെയ്. ആമേൻ. നീ ഇത്രത്തോളം നിന്റെ കുടുംബത്തെ സ്നേഹിച്ചിട്ടും നിന്ദകളും അപമാനങ്ങളും പരിഹാസങ്ങളുമല്ല നിന്റെ ജീവിതത്തിൽ, നീ പോയി ആത്മഹത്യ ചെയ്. നിന്റെ മനസ്സിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം എന്തുകൊണ്ട്? ദൈവസന്നിധിയിൽ നിന്ന് നിനക്ക് വലിയൊരു അനുഗ്രഹം വരുന്നതിനെ പിശാചു മനസ്സിലാക്കിയിട്ട് അത് നശിപ്പിക്കുവാൻ വേണ്ടി, ഈ ഭൂമിയിൽ നിന്ന് നിന്നെ നശിപ്പിക്കുവാൻ വേണ്ടി അവൻ നോക്കി നോക്കാൻ പാർത്ത നിന്റെ പിന്നാലെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ സാത്താനോട് പറയും, സാത്താനെ നീ എന്നെ വിട്ടുപോ, ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവത്തിന്റെ മകളാണ്. അതുകൊണ്ട് ഒരു അനർത്ഥവും ഒരു ശാപവും ഒരു രോഗവും ഒരു ബന്ധനവും എന്നെ തൊടുകയില്ല. ഞാൻ ദൈവത്തിന്റെ പൈതൽ. ഹല്ലേലൂയ. യേശു പറയുന്നു, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും ഈ ദുഷ്ടശക്തികൾ എന്റെ അടുക്കൽ വരത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ചുറ്റും ആരുണ്ട്? 1000 10,000 കർത്താവിന്റെ ദൂതന സൈന്യം എനിക്ക് നിൽക്കുകയാണ്. അതുകൊണ്ട് ഒരു ദോഷവും എന്നെ ഇനി തൊടുകയില്ല. ജോലി അന്വേഷിക്കുന്നവരെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് ജോലി തരുന്നു. ഹല്ലേലൂയ. കുടുംബ സമാധാനം ഇല്ല എന്ന് പറഞ്ഞ ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിക്കുന്നവരെ കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം തരുന്നു. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ജീവിതത്തിൽ രക്ഷയില്ല ആമേൻ എന്ന് നീ ആമേൻ വേദനയോടുകൂടി ആയിരിക്കുന്നുവെങ്കിൽ പുതിയ രക്ഷയെ കർത്താവ് നമ്മുടെ കുടുംബ ജീവിതത്തിനകത്ത് തരുന്നു. അതാണ് ആമേൻ. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾ തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കുന്നു. ആമേൻ. അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ 9 വാക്യത്തിലേക്ക് പോകുമ്പോൾ, മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്നു, മനുഷ്യൻ നിങ്ങൾ ആരുള്ളോ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. ഹല്ലേലൂയ. നമ്മുടെ മക്കൾക്ക് നമ്മൾ നല്ലത് കൊടുക്കുവാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായിരിക്കുന്ന പിതാവ് നമ്മൾ യാചിക്കുന്നതിലും അധികമായി അവൻ തരികയാണ്. ഒരു വലിയൊരു സമൃദ്ധി. ഇന്ന് കണ്ണുനീരോടും വേദനയോടുകൂടെ നിങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. വലിയൊരു സമൃദ്ധി. ആമേൻ. നിങ്ങൾ ഇപ്പോഴിരുന്ന അവസ്ഥകളെല്ലാം മാറുന്നു. ഏത് രോഗമാകട്ടെ അത് മാറുന്നു, ഏത് ശാപമാകുന്നു അത് മാറുന്നു. ആമേൻ. മാനസിക അസ്വസ്ഥതകളെല്ലാം മാറുന്നു. നിങ്ങൾ ഇപ്പോഴിവിടെ വന്നപ്പോൾ എന്തെല്ലാം വേദനയുടെ നടുവിൽ കടന്നു വന്നുവോ യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുവെങ്കിൽ അത് മാറും. പക്ഷെ നീ വീട്ടിലെത്തുന്നതിന് മുൻപ് ഇത് കടന്നു വരാതിരിക്കുവാൻ വേണ്ടി കർത്താവിൽ ബലപ്പെട്ടിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങുവാൻ. ഈ ചിന്തകൾ വീണ്ടും നിന്റെ മനസ്സിനെ അകറ്റും. ജോലിയില്ല എന്ന് പറഞ്ഞ് അകറ്റും, രോഗസൗഖ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിന്നെ ബലഹീനപ്പെടുത്തും. ഈ അസ്വസ്ഥതയുടെ നടുവിലും കർത്താവിന്റെ മുന്നിൽ പറയുക, ഞാൻ ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ മകൾ, യേശുവിന്റെ മകൻ മകളാകൊണ്ട് ഇനി രോഗമോ ശാപമോ ബന്ധനമോ ഇനി എന്നെ തൊടുകയില്ല. അപ്പോൾ ബന്ധന ശക്തികൾ നിന്നെ ഭയപ്പെടും. കാരണം എന്തുകൊണ്ടാ? ഞാൻ ജീവനുള്ളതായിരിക്കുന്ന യേശുവിന്റെ മകനാണ്, മകളാണ്. അവന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ കൂടെ ഉള്ളപ്പോൾ ഒരു ബന്ധനവും എന്നെ തൊടുകയില്ല. ഹല്ലേലൂയ. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ആമേൻ നല്ലത് കൊടുക്കുവാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏതെങ്കിലും മനുഷ്യന്റെ കയ്യിൽ നിന്നും അനുഗ്രഹം വേണമെന്ന് ചിന്തിച്ച് നടക്കുന്നവരാണ് നമ്മൾ. പക്ഷേ നമ്മളും മറ്റുള്ളവരെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്ക് സഹായം നൽകുന്നവരുമായിരിക്കും. അപ്പോൾ സകല മനുഷ്യനും എന്നെ സ്നേഹിക്കും. യേശുവിന്റെ നാമത്തിൽ നിന്ദകൾ, പരിഹാസങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, ദോഷങ്ങൾ നമ്മുടെ ജീവിതം വിട്ടുമാറും. യേശുവിന്റെ നാമത്തിൽ നമ്മെ തന്നെ യേശുവിന്റെ കരങ്ങളിൽ ഇപ്പോൾ സമർപ്പിക്കണം. നിന്ന് കേട്ട തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവിനാൽ ശക്തി ലഭിക്കുവാൻ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ഈ തിരുവചനം ഇന്ന് എന്നെ ശക്തീകരിക്കണം. ഈ തിരുവചനം എന്നെ ഇന്ന് ബലപ്പെടുത്തണം. ഈ തിരുവചനം ആമേൻ എന്റെ ജീവിതത്തിൽ ബലമായി തീരണം.
ഈ തിരുവചനത്തിലൂടെ എനിക്ക് ജീവനും ചൈതന്യവും ഫലവും യേശുവിന്റെ നാമത്തിൽ ലഭിക്കണം. എന്നെ ഇതുവരെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരുന്ന ശാപം ഇപ്പോൾ എന്നെ വിട്ടുമാറണം. ഈ ഗാനം നമ്മൾ ആലപിക്കുന്ന സമയം നമ്മൾ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരുന്ന ശാപം നമ്മുടെ വിട്ടു മാറണം. ആ ശാപം മാറി എന്ന് വിശ്വസിക്കുന്നവർ കർത്താവിന്റെ മുൻപിൽ സന്തോഷത്തോടു കൂടെ ആരാധിക്കുക. കരങ്ങളെ അടിച്ച് നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, ആമേൻ. കർത്താവിന്റെ ശക്തി എന്റെ ശാപങ്ങളെല്ലാം മാറിയിരിക്കുന്നു. ശാപങ്ങളെല്ലാം മാറിയിരിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് കൊണ്ട് ഇനി ഈ ശാപം എന്നെ തൊടുകയില്ല. ഈ ശാപം എന്നെ തൊടുകയില്ല. യേശു ക്രിസ്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനീ വേഗം വരും യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മരണത്തിൻ ഘോരതയ വിഷമല്ലുടന്തകതകയാ നമ്മൾ വെല്ലുവിളി ഇനി ഈ ശാപങ്ങൾ എന്നെ തൊടത്തില്ല. യേശുവിന്റെ നാമത്തിൽ ആമേൻ. യേശുവിന്റെ നാമത്തിൽ പറഞ്ഞാട്ടെ, ഈ ശാപം എന്നെ ഇനി തൊടത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഈ ശാപം എന്നെ തൊടത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഈ രോഗം എന്നെ തൊടത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഈ രോഗം എന്നെ തൊടത്തില്ല. യേശുവിന്റെ നാമത്തിൽ കടഭാരം എന്നെ തളർത്തത്തില്ല. യേശുവിന്റെ നാമത്തിൽ കടഭാരം എന്നെ തളർത്തത്തില്ല. യേശുവിന്റെ നാമത്തിൽ പൈശാചികൻ ഇനി എന്നെ തൊടത്തില്ല. യേശുവിന്റെ നാമത്തിൽ എന്നെ ഇനി പൈശാചികൻ തൊടത്തില്ല. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഞാൻ വിജയമെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ ജയമെടുക്കുന്നു. പരിശുദ്ധ നല്ല യേശുവേ, ഹൃദയ നുറുക്കത്തോട് വേദനയോട് നിലവിളിച്ച് ചോദിച്ച മക്കൾക്ക് നീതാ സൗഖ്യം, അനുഗ്രഹം, രക്ഷ നൽകിയതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സകലർക്കും ഇരിക്കാൻ ഇപ്പോൾ ഒരു പാട്ട് പാടും. അവർ സ്തോത്ര കാഴ്ച സ്വീകരിക്കും. എന്നെ
അതിശയമായി എന്നെ പുലർത്തിയിടുന്നു. അനർത്ഥങ്ങളിൽ ഞെരുക്കങ്ങളിൽ അതിശയമായി എന്നെ പുലർത്തിയിടുന്നു. ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. കുഞ്ഞിനെ കാക്കും പോലെ, കോഴിതൻ കുഞ്ഞിനെ നോക്കും പോലെ, കഴുകന്റെ കുഞ്ഞിനെ കാക്കും പോലെ, കോഴിതൻ കുഞ്ഞിനെ നോക്കും പോലെ, ആ ചിറകളിൽ ആ മറവിടത്തിൽ അവനെ സൂക്ഷിക്കുന്നു. ആ ചിറകളിൽ ആ മറവിടത്തിൽ അവനെ സൂക്ഷിക്കുന്നു. എന്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. അനർത്ഥങ്ങളിൽ ഞെരുക്കങ്ങളിൽ അതിശയമായി എന്നെ പുലർത്തിയിടുന്നു. അനർത്ഥങ്ങളിൽ ഞെരുക്കങ്ങളിൽ അതിശയമായി എന്നെ പുലർത്തിയിടുന്നു. ദൈവം എന്നെ